past tense. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. ഞാനിപ്പോൾ എൻ്റെ സ്കിൻ പ്രെപ്പ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. സോ എൻ്റെ സ്കിൻ കെയർ റൂട്ടീനെ പറ്റി ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം അതറിയണം എന്നുള്ളവർ എൻ്റെ ചാനലിൽ പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. സ്കിൻ പ്രെപ്പിന് ശേഷം നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യേണ്ടത് പ്രൈമറാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് എൽഫിൻ്റെ പവർ ഗ്രിപ്പ് പ്രൈമർ. നെക്സ്റ്റ് ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കളർ കറക്റ്ററാണ്. എനിക്ക് കുറച്ച് പിഗ്മെൻറ്റേഷൻ ഉണ്ട് എൻ്റെ ചിൻ ഏരിയയിലും, അത് മാത്രമല്ല അണ്ടർ ഐയിലെ ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ കാരണം ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഫുൾ കവറേജ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു ആഷ് കളർ അല്ലെങ്കിൽ ഒരു ഗ്രേ കളറായിട്ട് മാറുന്നുണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കളർ കറക്റ്റർ ഉപയോഗിക്കാറുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഹുദ ബ്യൂട്ടിയുടെ പീച്ച് ഷെയ്ഡിലുള്ള കളർ കറക്റ്ററാണ്. ഞാനൊരു പീച്ച് ഷെയ്ഡാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ അത് കാരണം നിങ്ങൾക്ക് എൻ്റെ കളർ കറക്റ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അത്ര എടുത്തറിയില്ല. ജസ്റ്റ് ഒരു ചെറിയ കവറേജിന് മാത്രം ഞാൻ കളർ കറക്റ്റിങ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഓറഞ്ച് കളർ കറക്റ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് നല്ല ഓറഞ്ചായിട്ട് നല്ല രീതിയിലുള്ളൊരു കവറേജ് കിട്ടും. സോ എനിക്ക് അത്രയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ചെറിയൊരു മൈൽഡ് കവറേജാണ് വേണ്ടത്. എനിക്ക് ചെറിയൊരു ചെറുതായിട്ടാണ് എനിക്കൊരു ഗ്രേ കളർ വരുന്നത്. സോ ഞാൻ അതുകൊണ്ടാണ് പീച്ച് കളറിലെ കളർ കറക്റ്റർ ഉപയോഗിക്കുന്നത്. അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഞാൻ കൺസീലർ ഉപയോഗിക്കുകയാണ്. സോ ഞാനിവിടെ ഉപയോഗിക്കുന്ന ടാർട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു കൺസീലറാണ്, ലിക്വിഡ് കൺസീലറാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഫൗണ്ടേഷൻ. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ ഡിയോറിൻ്റെ ഫോറെവർ സ്കിൻ ഗ്ലോ എന്ന് പറഞ്ഞ ഫൗണ്ടേഷനാണ്. നമ്മൾ ആദ്യം പ്രൈമർ ചെയ്തു, അതിനുശേഷം കളർ കറക്റ്റിംഗ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ചെയ്തത് കൺസീലർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷന് ശേഷം ചെയ്യുന്നത് ബ്ലഷ്. ഓക്കെ, സോ ഞാനിപ്പം ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് പിക്സിയുടെ ഓൺ ദ ഗ്ലോ ബ്ലഷ് എന്ന് പറയുന്നത്. ഇതൊരു വൈറൽ പ്രൊഡക്റ്റ് ആയിരുന്നു, ഷെയ്ഡ് റൂബി. ഈ ബ്ലഷാണ് ഞാനിപ്പം ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഐബ്രോസും ഐസും ആണ്. ആക്ച്വലി ഞാൻ ഫൗണ്ടേഷൻ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ശരിക്കും ചെയ്യാറ് എൻ്റെ ഐബ്രോസും അതിനുശേഷം ഐസും പിന്നെയാണ് ബ്ലഷിലോട്ട് പോകാറ്. ബട്ട് ഞാനത് വിട്ടുപോയി. സോ എന്തായാലും ഇപ്പം ഞാൻ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്ത് ഐസും കൂടെ ജസ്റ്റ് ഐ ഷാഡോ ഒക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാൻ പോവാണ്. ഞാൻ ഇന്നിവിടെ ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. പ്ലീസ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. സോ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഐബ്രോ പെൻസിൽ കവർ ഗേളിൻ്റെ ക്ലീൻ ഫ്രഷ് ബ്രോ എന്ന് പറയുന്ന ഒരു പെൻസിലാണ്, ഒരു ബ്രൗൺ ഷെയ്ഡിൽ. നമുക്ക് ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ചെയ്യുന്നത് ഐസാണ്. ഞാനിവിടെ മേക്കപ്പ് റെവല്യൂഷൻ്റെ കാർമി മേക്ക് മാജിക് ഷാഡോ പാലറ്റാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങനൊരു ആംഗിൾ കൊടുത്തു, ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തു. എന്നിട്ട് അതൊരു ആംഗിളാക്കി എടുത്തിട്ട് ഇച്ചിരി ഒരു സ്മോക്കി പോലെ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ട് കണ്ണിൻ്റെയും കോർണർ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നടുക്ക് ഓറഞ്ച് ഷെയ്ഡ് ഇട്ട് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു വലിയ ബ്രഷ് എടുത്തിട്ട് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് അവിടെ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പുറത്തെ കണ്ണിലും ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ്. ഓക്കെ,
ഇനി ബ്രഷ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ബ്ലാക്കും ഓറഞ്ചും കൂടെ ആ മിക്സ് ആവുന്നൊരു ഏരിയയിലൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച ഏകദേശം ഐഡിയയിൽ കിട്ടിയിട്ടുണ്ട്. കണ്ണിൻ്റെ ഈ വാട്ടർ ലൈനിൽ കൂടെ ചെറിയ ബ്രഷ് ഇട്ടിട്ട് നമുക്ക് ഓറഞ്ച് ഷെയ്ഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു കൊടുക്കാം. രണ്ട് ഐസിൻ്റെ കോർണറിലും ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. രണ്ട് ഐസും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെയ്യുന്നത് ആ സെയിം ഹൈലൈറ്റർ വെച്ചിട്ട് ഞാൻ ഈ ഐബ്രോസിൻ്റെ താഴെ കൂടെ ഈ ഒരു ഏരിയയിലും കൂടെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഞാനിപ്പം ജസ്റ്റ് ഐലാഷും കൂടെ വെച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. എന്നാലും നമുക്ക് ഐലാഷ് കൂടെ ഒന്ന് വെച്ച് നോക്കാം. ഓക്കെ, എനിക്കിത് ഫോണിൽ നോക്കി എനിക്കിത് ക്യാമറ നോക്കി ഒട്ടിക്കാൻ പറ്റുന്നില്ല. സോ ഞാൻ ജസ്റ്റ് ഒന്ന് മിററിൽ നോക്കി ഒട്ടിച്ചിട്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മൾ അതിസാഹസികമായിട്ട് ഐലാഷസ് ഒട്ടിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് റെനയുടെ വോള്യൂമാക്സ് മസ്കാരയാണ്. ഞാൻ താഴെ മാത്രം ഒന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഐബ്രോസും ഐസും കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഹൈലൈറ്റ്. ഞാനിവിടെ ഉപയോഗിക്കുന്ന റെയർ ബ്യൂട്ടിയുടെ ഹൈലൈറ്ററാണ്. ഇത് ഷെയ്ഡ് എക്സലറേറ്റ്. അടുത്തായിട്ട് ഞാൻ എൻ്റെ ലിപ് ലൈൻ ചെയ്യാൻ പോവാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്ന മാർസിൻ്റെ ഒരു ബ്രൗൺ ലിപ് ലൈനറാണ്. അതിനുശേഷം ഇവിടെ ഉപയോഗിക്കുന്നത് കവർ ഗേളിൻ്റെ 24 hour മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് ന്യൂഡ് ലിപ്സ്റ്റിക്സ്. ഓക്കെ, സോ അത് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഫേസ് ഒന്ന് പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഹുദ ബ്യൂട്ടിയുടെ പൗഡറാണ്, ഷെയ്ഡ് പീച്ച് പൈ. ഇത് ലാക്മേയുടെ ബ്ലഷാണ്, ഷെയ്ഡ് നാച്ചുറൽ റോസ്. ജസ്റ്റ് ഒരു ഇച്ചിരി കൂടെ ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ലാസ്റ്റായിട്ട് ഒന്നുകൂടെ ബ്ലഷ് ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ് മേക്കപ്പ് ഫിക്സർ. അതില്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തതെല്ലാം പെട്ടെന്ന് അങ്ങ് നമ്മുടെ ഈ ക്ലൈമറ്റിൽ വേർത്തു പോകും. ഞാനിവിടെ ഉപയോഗിക്കുന്ന മേക്കപ്പ് ഫിക്സർ മേക്കപ്പ് റെവല്യൂഷൻ ലണ്ടൻ്റെ ബേസ് ഫിക്സ് എന്ന് പറയുന്ന ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. സോ ഇതാണ് കംപ്ലീറ്റഡ് മേക്കപ്പ് ലുക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.